രാവിലെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിവിടെ തീറ്റ കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഗ്രോവർ ആദ്യം ഇടും, പിന്നെ കുറച്ച് ഗോതമ്പൊലി ഇടും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ മുട്ടക്കോഴിയുടെ തീറ്റയാണ്, അതുകൂടെ ഇട്ട് മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിവിടെ കോഴിക്ക് തീറ്റ തയ്യാറാക്കുന്നത്. ഇതാകുമ്പോഴത്തെ എല്ലാ പ്രോട്ടീനും ചെല്ലും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുട്ടയിടുന്നവർക്കും എല്ലാവർക്കും കൂടെ ഇങ്ങനെയാണ് തീറ്റ മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പൂവന്മാർക്ക് കൊടുക്കുന്ന തീറ്റ വേറെയാണ്, അതിൻ്റെ മിക്സിങ് വേറെയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുട്ടയിടുന്ന പിടക്കോഴികൾക്കുള്ള തീറ്റയാണ് ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഇരുന്ന് കോഴിയുടെ മുട്ടയെ എടുത്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അത്രയും അങ്ങോട്ട് ഫേസിലോട്ട് കൊണ്ടുവരണം, ഒരുമാതിരി ഇരിക്കുന്നത്. കൊടുക്കുന്നതും കൂടി കാണിക്കാം. നമ്മൾ തീറ്റയിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് കൂടി കാണിക്കാം. കട്ട് ചെയ്തോ. അപ്പം നമ്മൾ നമ്മുടെ കോഴികൾക്കുള്ള തീറ്റ വേണ്ട നിറയ്ക്കുകയാണ് പാത്രങ്ങളിലേക്ക്. ഇത് നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും തീറ്റ ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. പിന്നെ പിറ്റേ ദിവസം രാവിലെ തീറ്റ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് തീറ്റയ്ക്ക് ഇപ്പം ഭയങ്കര വിലയാണ്. ഭയങ്കര വിലയെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ സമയത്തുള്ള കണക്കല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ തീറ്റയ്ക്ക് കാശ് ഇറങ്ങുന്നുണ്ട്. ഇനി തീറ്റ ചിലവ് കുറയ്ക്കാനുള്ള വഴികൾ നമ്മളിനി നോക്കണം. അപ്പം നമ്മളിവിടെ തീറ്റ വലിച്ചു പറ. അപ്പോൾ ലാസ്റ്റ് പാത്രം വെക്കുകയാണ്. നമ്മുടെ കുഞ്ഞൻ കോഴികളുടെ തീറ്റ ഇപ്പോൾ വെച്ചത്. ഇനി തള്ളക്കോഴിക്ക് അങ്ങനെ 4 പേരേ ഉള്ളൂ. മേളിൽ താഴെ 2 പേര് മുട്ടയിടുന്ന കോഴികൾ. അപ്പോൾ നമുക്ക് അവർക്കല്ലാതെ പാത്രത്തിലാണ് തീറ്റ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ പണികൾ. ഇതാണ് എൻ്റെ തൊഴിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും കൂട്ടുകാരെ ബൈ.